$1 ബില്യൺ നിക്ഷേപം ടാറ്റയുടെ കമ്പനിയാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിലേക്ക് വരുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എൻ്റെ ഒരു സംശയം, ഈ വിഴിഞ്ഞം പോലെ തന്നെ ആകുമോ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ സാർ പറയുകയുണ്ടായല്ലോ. അത്തരത്തിലാകുമോ? എങ്ങനെയാണ് കേരള സർക്കാരിന്റെ സമീപനം? വിഴിഞ്ഞത്തേക്കാൾ വലുതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലൂംബർഗ് എന്ന് പറയുന്ന അവരൊരു സാധാരണ മാഗസിനിലോ ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഫേമാണ്. അവർ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ഒക്കെ നൽകുന്ന ഫേമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിന് ഡാറ്റാസ് ഒക്കെ കൊടുക്കുന്ന ഒരു ഫേമാണ്. അപ്പൊ അവരുടെ തന്നെ ഒരു മീഡിയ ഹൗസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നമ്മുടെ VD സതീശൻ. ഈ ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മറ്റു പല മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് വാർത്ത വന്നിരുന്നു. കാരണം $1 ബില്യൺ, അതായത് ഏതാണ്ട് ഒരു 10,000 കോടി രൂപയുടെ, ഒരു 9,500 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരികയാണ്. അത് ടാറ്റ ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. ആ ടാറ്റ ഗ്രൂപ്പ് വരുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. സമുദ്രം മനസ്സിലായോ? അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ടാറ്റ ഗ്രൂപ്പ് എന്താണെങ്കിലും ഈ 57 ദിവസം കൊണ്ട് ആലോചിച്ച് പ്ലാൻ ചെയ്തത് അല്ല, 100% അല്ല. ഇനി അടുത്തൊരു കാര്യം ജനം അറിയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം, ഞാൻ ഇന്നലെ കൈരളിയിലെ ചർച്ചക്കിടക്ക് ഇത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഇതിന്റെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ടാറ്റയ്ക്ക് ഇപ്പോൾ ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഇല്ല. ടാറ്റയ്ക്ക് എത്ര കമ്പനിയാണ് നിന്നതെന്ന് അറിയും? ടാറ്റയ്ക്ക് ഏതാണ്ട് 100-നടുത്ത് കമ്പനി ഉണ്ട്. അതായത് പല വെർട്ടിക്കലുകളായിട്ട് 100ഓളം കമ്പനികളുണ്ട്. ഇപ്പൊ ടാറ്റയുടെ തന്നെ നമ്മളൊക്കെ കാണാത്ത ഇപ്പൊ കണ്ണൻദേവൻ മുതൽ അതുപോലെ തന്നെ മറ്റേ സെറാമിക് പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന പോലുള്ള നിരവധി കമ്പനികളുണ്ട്. നമുക്കറിയാത്തതും അറിഞ്ഞതുമായിട്ടുള്ള കമ്പനികളുണ്ട്. അവരുടെ കമ്പനികളുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് 65% വരുന്നത് TCSൽ നിന്നാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസൾട്ടൻസി ഫേമാണ്. അപ്പൊ അതിൽ നിന്നാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ കമ്പനി കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇൻഫോസിസ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ TCSൽ നിന്നാണ്. പക്ഷെ ബാക്കിയുള്ള 35% വരുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ കമ്പനികളിൽ നിന്നാണ്. കൂടാതെ അവർ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്ഥാപനങ്ങളും, ഇപ്പൊ ടിസ് എന്ന് പറയുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസും, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1915 അവർ തുടങ്ങിയതാണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. അപ്പൊ അത്തരത്തിലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടികൾ, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവരെ കുറിച്ച് പറഞ്ഞത്, അവര് രാവിലെ എഴുന്നേറ്റ് ഒരു 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കാത് വിചാരിക്കില്ല. അവര് വളരെ കൺസൾട്ടൻസികൾ വെച്ച് ഗംഭീരമായി പഠനം നടത്തി, അതും ഒരു പഠനത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 2-3 പഠനം നടത്തിയിട്ട് മാത്രമാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. പണ്ട് മനോരമയൊക്കെ അങ്ങനെ പഠനം നടത്തിയിട്ടാണ് മനോരമയുടെ വീക്കിലികൾ, മാഗസിൻസ് ഒക്കെ കുറെ നിർത്തലാക്കി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വനിത, മനോരമ ഇതുപോലുള്ള വീക്കില്, കാരണം അതൊക്കെ നഷ്ടത്തിലായിരുന്നു. അപ്പൊ അതെല്ലാം നിർത്തലാക്കി പത്രത്തിൽ ഫോക്കസ് ചെയ്തു. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് പത്രം കഴിഞ്ഞ് തുടങ്ങിയത്. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ വളരെ വലിയൊരു ബിസിനസ് കൺസൾട്ടൻസിയെ പഠനം ഏൽപ്പിച്ചിട്ടാണ്. അപ്പൊ അത് ടാറ്റ, മനോരമ അതാണെങ്കിൽ ടാറ്റ എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കണം. അപ്പൊ അത്തരത്തിൽ ടാറ്റ പഠനം നടത്തി മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച് ഇപ്പൊ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. കൂടാതെ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി കേരളത്തിലേക്ക് വരാൻ ഒഴുകുന്ന കോടികൾ ഇത്തരം പ്രൊജക്ടുകളിലേക്കായിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം സംഭവിക്കുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം, ഇവർക്ക് ഫ്രീ ആയി ഗവൺമെന്റ് സ്ഥലം കൊടുത്തേക്കും. ഫ്രീ ആയിട്ട്? ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നു, വെറുതെ പച്ചയൊക്കെ പിടിച്ച് കിടക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഇതിന്റെ മറ്റേ വെള്ളമില്ലാതെ ഷിപ്പ് ബിൽഡിങ്ങിന്റെ കമ്പനി തുടങ്ങാൻ പറ്റുമല്ലോ. അപ്പൊ അത് അത്തരത്തിലുള്ള ഷിപ്പ് ബിൽഡിംഗ് എന്ത് ചെയ്യുന്ന കമ്പനികൾ തുടങ്ങുന്ന സ്ഥലം വെറുതെ പായലൊക്കെ ആയിട്ട് കിടക്കുന്ന കടൽ തീരം, പിന്നെ ഇപ്പുറത്ത് കുറച്ച് സ്ഥലവും വെറുതെ അങ്ങ് കൊടുത്തേക്കാതെ എന്ത് ചെയ്യും? വെറുതെ കിടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് മറ്റേ കേരളത്തിലെ കാശ് കിട്ടാതിരിക്കുള്ളൂ, മറ്റേ കാശൊക്കെ ആളുകൾക്ക് കിട്ടും. അതെ, ഖജനാവിലേക്കായിട്ട് കിട്ടില്ല. നിങ്ങളിപ്പോ 300 ഏക്കർ സ്ഥലത്തിൽ കൂടുതൽ മറ്റേ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്ക്? നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഴിഞ്ഞം പോർട്ടിന് കൊടുക്കുമ്പോൾ 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്താണ്. ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തപ്പോഴത്തേക്ക് ആ സ്ഥലം പണയം വെക്കാനുള്ള അധികാരവും കൂടി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ സ്ഥലം പണയം വെച്ചതിന് ശേഷം നേരെ ഈ 2,457 കോടി രൂപ കിട്ടിയാൽ മതി. അപ്പൊ 5 പൈസ മുടക്കില്ലാതെ തുടങ്ങാം. ഇനി അതുപോലെ തന്നെ 5 പൈസ മുടക്കില്ലാതെ ആയിരിക്കും ഷിപ്പ് ബിൽഡിംഗ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു. ഇത്തവണത്തെ ബജറ്റില് മുഴുവനും സമുദ്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നല്ലോ കൂടുതലും.
ഇതെല്ലാം അപ്പൊ വളരെ പ്രീ പ്ലാൻഡ് ആണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങളൊക്കെ അല്ല, പോകുന്നത്? ഇനിയിപ്പോ അടുത്തത് വരാനിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അദാനി ഗ്രൂപ്പിന്റെ ഉം. മറ്റേ ഇതുമായി പോർട്ടുകളുമായി ബന്ധപ്പെട്ടും ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ടും കേരളത്തിലേക്ക് വരാനിരിക്കുന്നുണ്ട്. കൂടാതെ അദാനി പ്രഖ്യാപിച്ചേക്കുന്ന പുതിയ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. 1.5 ലക്ഷം കോടി എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷെ 1.5 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന അവരെ ആയുധങ്ങള് ഇതൊക്കെ നിർമ്മിക്കാനുള്ള ഉം. കാര്യങ്ങളാണ്. ഇതൊക്കെ നിർമ്മിക്കാനുള്ള എന്ന് പറയുമ്പോൾ ഞാനൊരു ചെറിയ സെന്റൻസ് പറഞ്ഞേക്കട്ടെ, വെറുതെ ഒന്ന് ഓർത്ത് വെച്ചോ. ഈ കേരളത്തിലെ കരിമണലിൽ നിന്ന് എടുക്കുന്ന പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത് ഫ്ലൈറ്റുകൾ, എഞ്ചിനുകൾ, ആയുധങ്ങൾ അതൊക്കെ എന്ത് ചെയ്യാനാണ്? നിർമ്മിക്കാൻ ആണ്. മനസ്സിലായി? ബോംബുകൾ അടക്കമുള്ള പല കാര്യങ്ങളും വികസിപ്പിക്കാനാണ് ഈ ഇവിടെയുള്ള ധാതു ലവണങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ കാത്തിരുന്ന് കാണാം. ആകെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ആർക്കെങ്കിലും കുളിക്കണമെന്ന് തോന്നിയാൽ ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും അവിടെ ബാലൻസ് വെച്ചേക്കണേത് മാത്രമാണ്. മറ്റേ സിനിമയിൽ മറ്റേ പുള്ളി പറയുന്നില്ലേ, ഈ കുളം എനിക്ക് എഴുതി തരുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ ജഗതിയോട്. അതായത് ഈ കുളം എന്ത് ചെയ്യോ, എനിക്ക് എഴുതി തരുമെന്ന് ചോദിക്കുക. കുളം എഴുതിത്തരാം, പക്ഷെ എനിക്കും അച്ഛനും ഈ പറയുന്ന പോലെ ചേട്ടന്മാർക്കൊക്കെ ഒന്ന് കുളിക്കണമെന്ന് തോന്നുമ്പോ ഒരു ബക്കറ്റ് വെള്ളം നീ ബാക്കി വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞ പോലെ കേരളത്തിന്റെ തീരങ്ങളിൽ 600 കിലോമീറ്ററിലധികം വരുന്ന തീരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കുളിക്കാനുള്ള ഒരു 2-3 ബക്കറ്റ് വെള്ളമെങ്കിലും നിങ്ങൾ പ്ലീസ് ഒന്ന് ബാക്കി വെച്ചേക്കണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വികസനങ്ങളുടെ പെരുമഴക്കാലമാണ് വരാനിരിക്കുന്നത്. അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സാർ ഇപ്പൊ 2-3 ചർച്ചകളിലായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്ലൂ ഇക്കോണമി. 2015 ആണ് വിഴിഞ്ഞം പോർട്ടിനുള്ള സ്ഥലം കൊടുക്കുന്നത്. ഏതാണ്ട് 300-ലധികം ഏക്കർ സ്ഥലം കൊടുക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ 10 വർഷത്തെ ഒരു ഗ്യാപ്പ് മാത്രമാണ് UDF സർക്കാരിന് ഉണ്ടായിട്ടുള്ളത്. ആ സർക്കാർ മാറി ഇത്തവണ ഇവർ വരുമ്പോൾ പിന്നീട് വരുന്ന നമ്മൾ കേൾക്കുന്ന പ്രോജക്റ്റുകൾ പ്രധാനമായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ നമ്മൾ സംസാരത്തിൽ പറഞ്ഞിരുന്നു ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. സാറ് വളരെ വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോയത്. ആ ബജറ്റിലുള്ളതാണ്. അതെ അതെ, അത് പറഞ്ഞിരുന്നു. അപ്പോ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ്. അപ്പോ ഈ 10 വർഷം കാത്തിരുന്ന് ആസൂത്രണം ചെയ്ത് മംഗലാപുരം യാത്രയുടെ കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഈ ഒരു 5 വർഷം കഴിയുമ്പോൾ അത് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ബാക്കിയുണ്ട്. മറ്റൊന്ന്, സാറ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇപ്പോ എല്ലാവരെയും, അതായത് മുഖ്യമന്ത്രിമാരെയും ഒരു സംസ്ഥാനം ആര് ഭരിക്കണം അല്ലെങ്കിൽ ഒരു രാജ്യം ആര് ഭരിക്കണം എന്നൊക്കെ ഉള്ളതാണ്. ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്കിടയിൽ വന്ന് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യമായിട്ട് മാറുന്നുണ്ടോ കേരളം എന്നുള്ള ഒരു ചോദ്യവുമില്ലേ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ കയ്യിൽ കുറച്ച് മാധ്യമങ്ങൾ വരും, മനസ്സിലായോ? അതായത് ഇപ്പൊ സുഗതൻ എന്ന് പറയുന്ന ഒരാള് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അവതരിപ്പിക്കാം, സുഗതണ്ട ജയിലിൽ വെച്ച് എന്ത് ചെയ്യും? സത്യപ്രതിജ്ഞ ചെയ്യും. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നും. ഈ ശരിയാണെന്ന് തോന്നലിന് അറിയാൻ നമ്മൾ സിനിമ കണ്ടാൽ മതി. ഇപ്പൊ നരസിംഹം എന്ന് പറയുന്ന ഒരാള് മറ്റേ IAS ഉപേക്ഷിച്ചു വന്ന് ഇവിടെ കിടന്ന് ഇടിയുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത്, മാർക്കറ്റിൽ കിടന്ന് ഇടിയുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ നായകനോട് വലിയ താല്പര്യം തോന്നും, മനസ്സിലായി? അതുപോലെ ചില ആളുകളെയൊക്കെ വെടിവെച്ച് ചെയ്യുന്നു, ഓൺ ഷൂട്ട് എന്ത് ചെയ്യുന്നു, നിയമപരമല്ല, തെറ്റാണ്. പക്ഷെ നമുക്ക് വലിയ ആരാധന തോന്നും. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്തവനാണ്. അതായത് അതിനു മുമ്പ് ഇവർ അതിനുള്ള ബിൽഡ് ചെയ്യും. അതായത് അവരങ്ങനെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്, അവർ കൊല്ലപ്പെടേണ്ടവരാണ്, ഇതാണെന്നുള്ള ഒരു ബോധം ക്രിയേറ്റ് ചെയ്താൽ പിന്നെ അവനെ വെടിയിച്ചില്ല. മനസ്സിലായി? താളെ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇതുപോലെ വെടിച്ചു വന്നിട്ട് ഇതുപോലൊരു കഥ ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷെ അത് ജനം ചിന്തിക്കില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു പ്രതിഭാസം അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞ് വെക്കുന്നുണ്ട്. ഞാനിപ്പോ സിനിമയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ ഇതുപോലെ ഒരു നരേറ്റീവ് അങ്ങോട്ട് ബിൽഡ് ചെയ്താൽ മതി. ഇപ്പൊ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, അദാനി പോർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വരുന്നു, ഗംഭീരമായിട്ടുള്ള വികസനം ഉണ്ടാവും. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു, വലിയ വികസനം നടന്നു, മനസ്സിലായോ? റോഡുകൾ വന്നു, പാലങ്ങൾ വന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസങ്ങൾ വന്നു, സൗകര്യങ്ങൾ വന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. 10-200 കൊല്ലം നമ്മൾ അടിമയാക്കി വെച്ചു എന്നുള്ളതും
കാണാം. കാണാം. അപ്പൊ അതിൽ ഏതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മാധ്യമങ്ങളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ആ നരേറ്റീവ് ബിൽഡ് ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ടാന്നല്ല നമ്മൾ പറയണം. നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരൊറ്റ കാര്യമാണ്. ആ കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കേരളത്തിന് നമുക്ക് ലഭിക്കേണ്ട കാര്യം എന്ത് ചെയ്യണമല്ലോ, കിട്ടണമല്ലോ. അല്ലാതെ നമ്മൾ ചൂഷണം ചെയ്ത് കൊണ്ടുപോകരുത്. ആ ചൂഷണം ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ ഇവർ തടയിടുമോ എന്നാണ്. അങ്ങനെ തടയിടാൻ ഒരു സാധ്യതയും ഇല്ല. മനസ്സിലായി? തെളിവൊന്നും ഹാജരാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേറൊരു കഥ പറയാം താങ്കളോട്. വേറെ ചെറിയൊരു കഥ കൂടി പറയാം. കേട്ടോട്ടെ, ഗംഭീരമായിട്ട് കേട്ടോ. ഇവരുടെയൊക്കെ ബുദ്ധി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കേട്ടോളാം. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അമേരിക്കയിൽ നിന്ന് കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നു. എങ്ങോട്ടാന്നറിയാം? ഈ അംഗൻവാടിയിലൊക്കെ കൊടുക്കുന്ന മറ്റേ പൊടിയൊക്കെ ഇല്ലേ, അമൃതം, മറ്റേ അതുപോലെയുള്ള പൊടി, മറ്റേ ബ്രെഡ്, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. തിരിച്ചു പോകാൻ നേരത്ത് എനിക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല, പക്ഷെ ഒരു കഥയായിട്ട് നിങ്ങൾ എടുത്താൽ മതി. തിരിച്ചു പോകാൻ നേരത്ത് കപ്പലുകൾ പറയുന്നു, കപ്പലുകൾ വേക്കന്റ് ആയി പോകുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, അതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ. അപ്പൊ പകുതി മണൽ നിറക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പകുതി മണൽ നിറക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അപ്പൊ പകുതി മണൽ നിറക്കുന്നു, മണലിലും കാശ് കിട്ടും. അപ്പൊ ഇന്ത്യക്കാർക്ക് ഭയങ്കര സന്തോഷം. അവരവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് തരുന്നു. നമ്മളിവിടെ നിന്ന് മണല് പകുതി നിറച്ചു കൊടുക്കണം എന്ന് പറയുന്നു. ചരക്ക് കപ്പലായതുകൊണ്ട് അത് സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി ആ മണലിന് അവരിങ്ങോട്ട് കാശും തരുമെന്ന് പറയുന്നു. പക്ഷെ എന്തൊരു സുന്ദരമായ, അതായത് അവന്മാര് പൊട്ടന്മാര് പറ്റിക്ക എന്ന് പറഞ്ഞ് നമ്മള് പറ്റിക്കണേ. സംഭവം എന്താണെന്നറിയാമോ? ആലപ്പുഴയിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുള്ള കയറിൽ ഈ കരിമണലിന്റെ അംശങ്ങൾ അവരവിടെ കണ്ടെത്തി. ഇവിടെ റിസർച്ച് ലാബൊന്നുമില്ലല്ലോ. ഇവിടെ ആറാണ്ടി ഇല്ല. നമുക്ക് ആറാണ്ടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല. അവിടെ ഉള്ളവൻ ബുദ്ധിമാനാണല്ലോ. അവരെന്ത് വെച്ചാൽ മറ്റേ ഇതെടുത്ത് വെച്ച് പഠിച്ചപ്പോഴത്തേക്കൊന്ന് ഇത് കരിമണൽ, അതിൽ ഇത്രയും വലിയ ധാതുമണൽ, ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുന്ന കാര്യം, അവരിവിടെ ചട്ടിക്ക് 50 രൂപ 10 രൂപ 15 രൂപ എന്നാലും കൊടുത്തിട്ട് ഒരു ലോഡ് മണ്ണിന് 100-500 രൂപ കൊടുത്തിട്ട് ഒരു ലോഡ് മണ്ണടിച്ച് സംഭവം ഇതിനകത്ത് കയറ്റിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുമ്പോ എന്താ കിട്ടണത്? ഈ ധാതുമണല് മൊത്തം കിട്ടേ. അവൻ ഷിപ്പ് കൂട്ടി ഇങ്ങോട്ടുള്ള, കാരണം ബ്രെഡും അവിടെ കളയാൻ പറ്റിയിരിക്കുന്ന ബ്രെഡും സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, കൊടുക്കുക, തിരിച്ച് മണല് കൊണ്ടുപോവുക. നമ്മള് കുറെ കാലം ഇതൊക്കെ കേട്ടിട്ട് നമുക്കൊന്നും അറിയാൻ പാടില്ല. ഓഹോ കൊള്ള, ഗംഭീരം, എത്ര ബുദ്ധിമാരാ പണ്ടന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് വെറുതെ മണൽ കുഴിച്ചെടുത്ത്. ഈ മണലെന്തേന്ന് അറിയാൻ പാടില്ലേ. ഞങ്ങള് ഇപ്പൊ ഈ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സഫാരി ചാനലിൽ ഒരു പ്രോഗ്രാം വന്നു, ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞാൽ അയാള് ഒരു ആഫ്രിക്കൻ രാജ്യമാണെന്ന് തന്നെ ഉണ്ടാവും. ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് ഇപ്പൊ നമ്മുടെ PV അൻവറൊക്കെ ചെന്ന് മറ്റേ ഇത് ചെയ്യാൻ വേണ്ടി പോയല്ല, അതുപോലെ ഒരു രാജ്യം, ആ രാജ്യത്തിലേക്ക് എന്നിട്ട് ഇയാൾ ഒരാളെ കാണാൻ വേണ്ടി ചെന്നു. ഗിഫ്റ്റ്, അപ്പൊ അതൊരു സ്വർണം അരിച്ചെടുത്ത്, മണ്ണിൽ നിന്ന് അരിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇത്രയുള്ളൊരു പാക്കറ്റ്, അതിനകത്ത് മണ്ണ് കൊടുത്തു വിട്ടു. അവിടുത്തെ ഗിഫ്റ്റ് ആയിട്ട് മണ്ണ് കൊടുത്തു വിട്ടു. അയാൾ ഇവിടെ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു. അയാൾക്ക് ഒരു മണ്ണ് കൊടുത്തു വിട്ടെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇയാൾ വർഷങ്ങളായിട്ട് ഈ ഇന്ത്യക്കാരൻ അവിടെ താമസിക്കുന്നതാണ്, അവിടെ ഈ സ്വർണം കരിച്ചെടുക്കുന്ന അവിടെ ആളുകളെ കാണാൻ വരാറില്ല. അപ്പൊ ഇവര് കിലോമീറ്റർ സഞ്ചരിച്ച് അയാളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അയാൾ ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചു. ആ മണ്ണില് എന്ത് സംഭവിച്ചു എന്നറിയോ? ആ മണ്ണ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇയാൾ പ്രോസസ് ചെയ്യുന്ന അവിടെ കൊടുത്തപ്പോഴത്തേക്കൊന്ന് അതിൽ നിന്ന് മാത്രം 3.5 പവൻ സ്വർണം. ഏത് 26-28 പവൻ സ്വർണം, ഗ്രാം സ്വർണം. അതുകൊണ്ട് അയാള് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയ, മാല ഉണ്ടാക്കിയ വൈഫിന് കൊടുത്തു. ഏത് മണ്ണ്. പണ്ട് ഈ ഇതുപോലെ ഖനികൾ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ മണ്ണ് എന്ത് ചെയ്തിരുന്നു, ജസ്റ്റ് ഒരു മണ്ണ്. നമ്മുടെ സതീശൻ ഇപ്പൊ പറഞ്ഞ പോലെ വെറുതെ കുറെ കാട് പിടലം പിടിച്ച് വെറുതെ ആ ഇതവിടെ കിടക്കണം, അത് അവർക്ക് അങ്ങ് കൊടുത്ത നമുക്ക് എന്ത് ചെയ്യും, ഡെവലപ്മെന്റ് വരും. അതുപോലെ വലിയ ഡെവലപ്മെന്റ്സ് വരും. ആ ഡെവലപ്മെന്റുകളിലൂടെ ഇവിടെയുള്ള കുറെ നേതാക്കന്മാരും നന്നായി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പുറകെ മാധ്യമങ്ങളുടെ ഒക്കെ നരേറ്റീവ് ഉണ്ടാവും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരളത്തിലേക്ക് വരുന്നു, ടാറ്റ ഗ്രൂപ്പിന് ഇൻവെസ്റ്റർ. ഇനി വേറെ കാര്യം പറയാൻ പറ്റേ, ടാറ്റ ഗ്രൂപ്പിന് ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഇല്ലട്ടാ, ശ്രദ്ധിക്കണം. ഷിപ്പിംഗ് കമ്പനി ഇല്ല, അതും കൂടി ചിന്തിക്കണം. അത് ഞാൻ പറയാൻ പറ്റേ.
യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഷിപ്പിംഗ് കമ്പനി ഇല്ലാത്ത, ബിൽഡിംഗ് കമ്പനി ഇല്ലാത്ത ആദ്യമായി തുടങ്ങുന്ന ഒരു ബിസിനസ് അതെന്താണെങ്കിലും 57 ദിവസം കൊണ്ട് ചെയ്യൂലല്ലോ. ഇല്ല ചെയ്യോ? ഇല്ല. എല്ലാ ബിസിനസിന്റെ ഒരു എക്സ്റ്റൻഷൻ. ഇപ്പൊ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വരുന്നു എല്ലാ ബിസിനസ്സാണ്. എണ്ണൂറിലും അതുപോലെ തന്നെ മറ്റേ മുദ്രയിലും ഒക്കെ അവർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അവർ ഇങ്ങോട്ട് വരുന്നു പിന്നെ എളുപ്പത്തിൽ നടക്കും. എന്നാൽ പോലും ഒരു 6 മാസം എടുക്കും. മറ്റതാ. അപ്പൊ ഇത് ബിസിനസ് എല്ലാവരും കൂടി വലിയ വലിയ ആളുകളൊക്കെ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നാൽ ഒരുമിച്ച് വാരാം. ഈ പാർട്ട് നീ എടുക്കും, ഈ പാർട്ട് എന്ത് ചെയ്യാം? ഞാൻ എടുക്കാം. ചതിയിൽ വഞ്ചന പാടില്ല. നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാം? ഒരു ധാരണയിലാണ് എല്ലാരും വരുന്നത്. ഈ ജാർഖണ്ഡ് പല സ്ഥലങ്ങളിലും നിങ്ങൾ അറിയേണ്ടത് മറ്റേ അവിടെയൊക്കെ വലിയ ധാതുമണൽ നിക്ഷേപങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും, പല സംസ്ഥാനങ്ങളിലും, കിഴക്കൻ പ്രദേശങ്ങൾ. അപ്പൊ അവിടെയൊക്കെ ഇതുപോലെ തന്നെ വലിയ മൈനിങ് ആണ് നടത്തുക. അവരൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തേക്കണം. ഇപ്പൊ ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല. അപ്പൊ പിന്നെ നമ്മളെ കൊണ്ടുകൂടി തുള്ളിക്കും. ഏത് നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വന്നു തുള്ളിച്ചാടുന്ന് പറയും. അപ്പൊ നമ്മൾ തുള്ളിച്ചാടാതിരിക്കണമെങ്കിൽ അവർ ഇക്കളിയൊക്കെ ഇടും. തുള്ളിച്ചാടിക്കും, സന്തോഷിക്കും, ചിരിക്കും എന്നൊക്കെ പറയും. മനസ്സിലായി? അങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ശരിക്കും ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കളി ഇടില്ല. ഇപ്പൊ തന്നെ ബ്ലൂംബർഗ് ഇത് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും, എക്കണോമിക് ടൈംസ്, ഇനി നിങ്ങൾ താങ്കൾ നോക്കിക്കോ, മലയാള മാധ്യമത്തിൽ ഇത് വൻ വാർത്തയായിട്ട് വരും. ഏത് ടാറ്റ ഗ്രൂപ്പിന്റെ 10,000 കോടിയുടെ നിക്ഷേപം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ കഞ്ഞി കുടിച്ച് കഞ്ഞിയും അച്ചാറും കൂട്ട് കഴിച്ചതേ ഉള്ളു. നമ്മൾ സന്തോഷിക്കും. 10,000 കോടി നിക്ഷേപം. നമുക്കറിയില്ല ഇത് എന്താന്ന്. ഇത് ആർക്കാണ് കൂടുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഷിപ്പ് രണ്ട് ഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഇവര് നമുക്ക് ഫ്രീ ആയിട്ട് തരുമോ? ഒരു ഷിപ്പ് നിനക്കെടുത്തോ, ഒരു ഷിപ്പ് അപ്പുറത്തേക്കും പോട്ടെ എന്ന് പറയുമോ? ഇല്ല. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യും? നാട്ടിൽ നടക്കും. ഇവിടെ നിന്ന് പല സാധനങ്ങളും അടിച്ചു. പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമുള്ള മുഖ്യം. അപ്പൊ നമ്മളും വെറുതെ സന്തോഷിക്കാം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒന്നും അദാനിക്കാണ് കാശ് കിട്ടിയത്, നല്ല സന്തോഷിക്കാം. പിന്നെ അടുത്ത മറ്റേ ഇതിന് സന്തോഷിക്കാം. ഏത് കപ്പലുണ്ടാക്കുന്നു, 5 കപ്പലുണ്ടാക്കി, നമുക്കിനി കപ്പലിൽ പോകണം, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മളെവിടെ കപ്പലില്ല, നമ്മള് സൈക്കിളിൽ തന്നെ പോകണം. പിന്നെ സതീശൻ പറഞ്ഞ അടുത്തൊരു ഡയലോഗ് കൂടി ഉണ്ട് ഈ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ. അത് പത്രസമ്മേളനം വേറെ എടുക്കുന്നുണ്ട്. ഞാൻ പറയാം, ഈ ചരക്ക് നീക്കം മുഴുവൻ ഇനി നദികളിലൂടെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും ഉണ്ടല്ല, റോഡ് ഫ്രീ ആയി. പിന്നെ കളിക്കണ കളിയല്ല. എന്താ സംഭവം എന്നറിയോ? ഒരു പ്രൊജക്ട് സ്റ്റഡി ഉണ്ട്. 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ചരക്ക് നീക്കത്തിന്റെ 50% ഈ പോർട്ട് സിറ്റികളിലൂടെ ആയാൽ അതിന്റെ മാത്രം കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയെന്നറിയോ? ഞാനിത് അറിയാതെ പറയുന്നല്ല. കേരളത്തിന്റെ ബഡ്ജറ്റ് 2.25 ലക്ഷം കോടിയാണ്, 2,15,000 കോടിയാണ്. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 23 ലക്ഷം കോടിയാണ്. 23 ലക്ഷം കോടി. സൗത്ത് ഇന്ത്യയിലേക്ക് മൊത്തമുള്ള ലോജിസ്റ്റിക്സ് ബിസിനസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കപ്പലുണ്ടാക്കാനുള്ള കമ്പനി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടാം. പ്ലസ് എതിർക്കുന്നവര് വികസന വിരോധികൾ ആകുകയും ചെയ്യും. പിന്നെ ഇതിനിടെ കൂടി ചിലപ്പോൾ 5000 റിസോർട്ടൊക്കെ വയനാട് സ്ഥാപിക്കുമ്പോ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകും. കുറച്ചു പേരൊക്കെ എന്ത് ചെയ്യും? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യുക? വീട് വെച്ച് കൊടുക്കാന്ന് വാഗ്ദാനം പറയുകയോ കൊടുക്കാതിരിക്കുക. ഇത്രയൊക്കെ ഇവിടെ സംഭവിക്കുകയാണ്. ഇത്രേ ഉള്ളു കാര്യം. സിമ്പിൾ.